ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ്. അവർ എന്ത് കൊടുത്താലും കഴിക്കും. ഓറിയോ, ബോർബോൺ, അങ്ങനെ പല രീതിയിലുള്ള. അപ്പം ഇന്ന് ബോർബോൺ ആണ് കേട്ടോ. ബോർബോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഹെൽത്തി വേർഷനാണ്. നമ്മൾ സ്കൂൾ വിട്ടൊക്കെ കുട്ടികളെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. ഹെൽത്തിയും ആണ് കേട്ടോ. എന്തായാലും കുട്ടികൾ കഴിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ചോക്ലേറ്റ് സ്പ്രെഡ്, ന്യൂട്ടല്ല, അങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റിൻ്റെ സ്പ്രെഡുകൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും. കടകളിലൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം അതിലൊക്കെ നമ്മൾ ചിലപ്പോൾ മൈദ ഒക്കെ ആഡ് ചെയ്യുമല്ലോ. ഇതിൽ ഞാൻ ഗോതമ്പ് മാവ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരയും മുട്ടയും ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൾഡ് ബട്ടറാണ്, കുറച്ച് കട്ടിക്കിരിക്കണം. അതൊന്നും നമുക്ക് ഈ പുട്ടിനൊക്കെ വിരവ് കണക്ക് ഒന്ന് വിരവിയെടുക്കുക. ആദ്യം ആ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അളവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ. ഇത്രയും സാധനങ്ങൾ മതിയാവും ഈ ഒരു ബോർബോൺ ബിസ്ക്കറ്റിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പോർഷൻ, ഇപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്താലും മതിയാവും. ഞാനത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെക്കുക. അതിന് മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. പിന്നെ കൂടുതൽ കട്ടിയാവാൻ പാടില്ല. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ, ഇപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ആണല്ലോ, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ഒരു കുറച്ച് കട്ടി പോലെ ഫീൽ ചെയ്ത് കേട്ടോ കട്ട് ചെയ്തപ്പോഴത്തേക്കും. പിന്നീട് ഞാൻ രണ്ടാമത് ഹാഫ് പോർഷനായിട്ട് പരത്തിയപ്പോഴത്തേക്കും എനിക്ക് കട്ടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒരു വെക്കാതെ ഹാഫ് പോർഷനായിട്ട് വെക്കുമ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രേക്കകത്ത്. എന്നിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് വരണമല്ലോ, അപ്പോൾ അതേപോലെ ഒന്ന് ഹോൾ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 to 15 മിനിറ്റ്സ് ആണ് എനിക്കായിട്ടുള്ളത് കേട്ടോ. ഒരു 20 മിനിറ്റ്സ് വരെ പോവാം. അപ്പോൾ ഇവിടെ എല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ്, ഞാനിവിടെ ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ന്യൂട്ടല്ല, അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഏത് സ്പ്രെഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ കഴിക്കുന്നതല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്പ്രെഡ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് വൈസ് നമുക്ക് കടകളിൽ വാങ്ങുന്നത് പോലൊന്നും കിട്ടത്തില്ല. അവിടെ അതിനകത്ത് പല പല അടങ്ങിയിരിക്കുമല്ലോ. ഷുഗർ ആണെങ്കിലും നമുക്ക് മൈദയൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗോതമ്പ് മാവ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം സ്പ്രെഡ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.